എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാക്കുറയെ കാണിക്കുന്നു. അവളുടെ ആ ഒരു ഇടിയില് ഇപ്പൊ തേർഡ് ഹൊക്കാഗയുടെ പപ്പട് അത് തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. അവര് ചുറ്റും നോക്കുമ്പോ തേർഡ് ഹൊക്കാഗയുടെ അയൺ സാൻഡും ആ ഒരു ട്രീയും എല്ലാം ഇപ്പോ നശിച്ച് താഴേക്ക് വീഴാൻ തുടങ്ങും. സാസുരിക്ക് ഒന്നും മനസ്സിലാവില്ല. അവൻ പേടിച്ചു വരച്ച് ഇപ്പൊ സാക്കുറയെ നോക്കി നിൽക്കുമ്പോ അവള് ഹായ് ആയിട്ട് വലിയ കല്ല് പോലും തൂക്കിയെറിഞ്ഞ് ഇപ്പൊ ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് വരും. സാക്കുറ ഗ്രാൻഡ്മയെ താങ്ങി പിടിച്ച് എഴുന്നേപ്പിച്ച് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, ഗ്രാൻഡ്മ ഓക്കെ അല്ലേ എന്ന് ഇപ്പൊ ഗ്രാൻഡ്മയോട് ചോദിക്കും. ഉടനെ സാസുരി ഞെട്ടി എഴുന്നേക്കും. ഇവളെ കൊണ്ട് എങ്ങനെ എന്റെ പോയിസൺ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു? ഗ്രാൻഡ്മ അവളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല, പിന്നെ ഇവൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അവൻ ചിന്തിക്കുമ്പോ ഇവിടെ സാക്കുറ പറയും, ഞാൻ ഓൾറെഡി എന്റെ ബോഡിയില് ആന്റിഡോട്ട് എടുത്തിരുന്നു. അത് സാസുരിയുടെ പോയിസൺ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്തു. ഞാൻ കങ്കൂറയ്ക്ക് കൊടുത്ത ആന്റിഡോട്ടിന്റെ മറ്റൊരു ഭാഗം എന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. സാൻഡ് വില്ലേജിലെ ലാബിൽ തന്നെ ഒരുപാട് ഔഷധങ്ങളുണ്ട്. അതുപയോഗിച്ചാണ് ഞാൻ ഈ ആന്റിഡോട്ട് അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയത്. ആക്ച്വലി നമ്മുടെ സ്വത്തുമണി 3 വയൽ മരുന്നുണ്ടാക്കി. അതിലൊന്ന് അവള് കങ്കൂറയ്ക്ക് കൊടുത്തു, മറ്റൊന്ന് അവളെടുത്തു. ഇനി 1 വയൽ കൂടെ അവളുടെ കയ്യില് സേഫ് ആയിട്ടുണ്ട്. ഈ ഒരു ആന്റിഡോട്ട് വെറും 3 മിനിറ്റത്തേക്ക് മാത്രമേ കറക്റ്റായിട്ട് പ്രവർത്തിക്കൂ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു 3 മിനിറ്റിനുള്ളില് അവന്റെ കൈകൾ തകർത്ത് ആ ഒരു പപ്പടിനെ അതിനെ ഞാൻ ഇല്ലാതാക്കിയത്. ഇനി എന്റെ കയ്യില് 1 വയൽ കൂടെ ഉണ്ട്. അത് ഗ്രാൻഡ്മയുടെ കയ്യിൽ വെച്ചോ. ഉറപ്പായിട്ടും ഗ്രാൻഡ്മയ്ക്ക് ഇത് ആവശ്യം വരുന്നു പറയുമ്പോ ഇവിടെ സാസുരി ആവട്ടെ ഫുൾ കൺഫ്യൂഷൻ അടിച്ച് സാക്കുറ എങ്ങനെയാണ് ഇപ്പൊ രക്ഷപ്പെട്ടതെന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പോയിസൺ അതാരെ കൊണ്ടും അത്ര പെട്ടെന്ന് ഹീൽ ചെയ്യാൻ കഴിയില്ല, ഇവളെ കൊണ്ട് ഇതെങ്ങനെ കഴിഞ്ഞു എന്നവൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇവിടെ സാക്കുറ ആ ഒരു ആന്റിഡോട്ട് എടുത്ത് ഇപ്പൊ ഗ്രാൻഡ്മയുടെ കയ്യില് പുരട്ടി കൊടുക്കും. 3 മിനിറ്റ്. അതുകൊണ്ട് അവന്റെ കഥ കഴിക്കണമെന്ന് പറയുമ്പോ ഇവിടെ സാസുരി ആവട്ടെ സാക്കുറ എങ്ങനെയാണ് ആ ഒരു ആന്റിഡോട്ട് അത് കണ്ടുപിടിച്ചതെന്നറിയാതെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. ഒരുപക്ഷെ ഗ്രാൻഡ്മ അവളെ സഹായിച്ചിരിക്കോ എന്നൊക്കെ അവനിപ്പോ ചിന്തിക്കും. ഇവളൊരു ചെറിയ പെണ്ണാണ്, പക്ഷെ ഇവള് സാൻഡ് വില്ലേജിലെ ഒരു നിഞ്ചയാണ്. മാത്രമല്ല ഇവരുടെ ഗ്രാമത്തിലെ ഹൊക്കാഗെ അത് മറ്റാരുമല്ല, മെഡിക്കൽ നിഞ്ച ആയിട്ടുള്ള സാക്ഷാൽ സുനൈരാണ്. കട്ട് ചെയ്ത ഇവിടെ സാക്കുറ ഗ്രാൻഡ്മയുടെ മുറിവുകള് അത് ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രാൻഡ്മയുടെ കൈ അത് പതിയെ പതിയെ ഇപ്പൊ ഹീലായി വരുമ്പോ ഗ്രാൻഡ്മ ആവട്ടെ സാക്കുറയോട് ഒരുപാട് നന്ദി പറയും. പക്ഷെ സാക്കുറ ആവട്ടെ അവള് മെഡിക്കൽ ഗെഞ്ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് ടയേർഡായി കിതയ്ക്കാനായിട്ട് ആരംഭിക്കും. സാക്കുറയ്ക്ക് ഓൾറെഡി അവളുടെ ചക്ര പവർ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അറിയാം. അവളുടെ കഴിവും പവറും കണ്ട് ഇപ്പൊ ഗ്രാൻഡ്മ ആവട്ടെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. സാക്കുറ പതിയെ ഇപ്പൊ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവളുടെ മുറിവുകള് അതൊന്നായിട്ട് ഇപ്പൊ പതിയെ ഹീൽ ചെയ്യും. അതേ സമയത്ത് ഇവിടെ ദേവദുര ആവട്ടെ അവന്റെ ക്ലേ എടുത്ത് ഇപ്പൊ ഒന്നായിട്ട് താഴേക്കിട്ട് എങ്ങനെയെങ്കിലും കാക്കാഷി ഓട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ആ ക്ലേകളെല്ലാം തന്നെ ഇപ്പൊ ഉറുമ്പിനെ പോലെ കാക്കാഷിക്ക് നേരെ വന്ന് അവന്റെ അടുത്ത് നിന്ന് ഇപ്പൊ ഒന്നായിട്ട് പൊട്ടി അങ്ങോട്ട് തെറിക്കാൻ തുടങ്ങും. കാക്കാഷിക്ക് ദേദുരയുടെ പ്ലാൻ മനസ്സിലാവും. അവൻ എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കി കുട്ടപ്പനെ കൈക്കലാക്കാനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. നമ്മുടെ കാക്കാഷി ഓൾറെഡി വലിയൊരു മാസ്റ്ററാണ്. മാസ്റ്റർ അവന്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ മുൻപോട്ട് ഓടാൻ തുടങ്ങും. വില്ലന്റെ ഓരോരോ ക്ലൗൺസുകളായിട്ട് ഇപ്പൊ കാക്കാഷി ഇടിച്ച് അതങ്ങനെ പൊട്ടി പൊട്ടി തെറിക്കാൻ തുടങ്ങും. കാക്കാഷി കുട്ടപ്പനെ വിളിച്ചു പറയും, കുട്ടപ്പ അധികം സ്പീഡിൽ ഓടരുത്, അത് വലിയ അപകടമാണ്. അതിന് നറൂട്ടോ, മാസ്റ്റർ നിങ്ങളിപ്പോ വളരെ സ്ലോ ആണ്, ഇനിയും സ്ലോ ആയാല് തീർച്ചയായിട്ടും നമുക്ക് ഗാറെ തിരികെ കിട്ടില്ല. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ സാക്കുര ആവട്ടെ അവളുടെ മുറിവ് അത് മുഴുവനായിട്ടും ഇപ്പൊ ഹീൽ ചെയ്യും. എന്റെ മുൻപില് ഇനി 3 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതിന്റെ ഉള്ളില് ഇവന്റെ കഥ കഴിക്കണം. ഇവിടെ ഗ്രാൻഡ്മ ആവട്ടെ ആരും കാണാതെ സാക്കുറ കൊടുത്ത ആ ഒരു മെഡിസിൻ അവളുടെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെക്കും. ഇവിടെ കാക്കാഷി ആവട്ടെ ഇപ്പൊ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ദേദുരയുടെ ഒരുപാട് ക്ലേ ഇപ്പൊ അവന്റെ മുൻപില് അങ്ങനെ നിൽക്കുകയാണ്. ഈ ക്ലേ മുഴുവനായിട്ട് അതിജീവിച്ച് കുട്ടപ്പന്റെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ നറൂട്ടോയെ ഒറ്റയ്ക്ക് വിട്ടാല് അവന്റെ 9 ടൈൽ ഫോക്സിന്റെ പവർ അത് പുറത്തു വരും. അത് പുറത്തു വന്ന ദേദുര തീർച്ചയായിട്ടും കുട്ടപ്പനെ കീഴ്പ്പെടുത്തി ആ ഒരു പവർ അവൻ സ്വന്തമാക്കും. കാക്കാഷി കുറച്ചു നേരം ആലോചിക്കും. എന്നിട്ട് പതിയെ അവൻ പുറകോട്ട് ഓടാൻ തുടങ്ങും. അവൻ ഓടി ഓടി ഇപ്പൊ വലിയൊരു മരത്തില് ചവിട്ടി മുൻപോട്ട് കുതിക്കും. അവൻ അങ്ങനെ കുതിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ക്ലേ മുഴുവൻ ഇപ്പൊ കാക്കാഷിയുടെ ബോഡിയില് ഒട്ടി അങ്ങോട്ട് പിടിക്കും. അടുത്ത സെക്കൻഡില് ഇപ്പൊ ആ ക്ലേ അത് മുഴുവനായിട്ടും പൊട്ടി അങ്ങോട്ട് തെറിക്കും. അത് കണ്ടിപ്പോ നമ്മുടെ കുട്ടപ്പൻ ഞെട്ടും. അതേ സമയത്ത് ദേദുരയ്ക്ക് ഒരുപാട് സന്തോഷാവും. അവൻ കാക്കാഷിയുടെ കഥ
അത് കഴിഞ്ഞെന്ന് കരുതി ഇപ്പൊ കുട്ടപ്പന് നേരെ തിരിയും. ദേദുര കുട്ടപ്പനോട് പറയും, നിനക്ക് ഞാൻ ഒരു അടിപൊളി ചോയ്സ് തരാം. ഞാനുമായിട്ട് നീ ഫൈറ്റ് ചെയ്ത് ജയിക്കുകയാണെങ്കിൽ നിന്റെ ഫ്രണ്ട് ഗാരയെ അവന് ഞാൻ തിരികെ തരാം. നിനക്ക് വലിയ മോൺസ്റ്ററിന്റെ പവറൊക്കെ ഇല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും നിനക്ക് എന്നെ തോപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ കലി കയറി അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് പാഞ്ഞടുക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് കാക്കാശി ഒരു പോറല് പോലും പറ്റാതെ ഇപ്പൊ കുട്ടപ്പനെ പിടിച്ചു വെക്കും. നീ പോവാൻ പാടില്ല, അവൻ നിന്നെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേക്ക്. ദേദുര കാക്കാഷിയെ കണ്ട് ഇപ്പൊ വണ്ടടിക്കും. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ കാക്കാഷി അവന്റെ ഒരു ക്ലൗണിനെ കൂടെ ക്രിയേറ്റ് ചെയ്തു. കാക്കാഷിയുടെ ഒരു ക്ലൗണാണ് അവന്റെ ക്ലേയില് പൊട്ടിത്തെറിച്ചില്ലാതായത്. കാക്കാഷി പറയും, അടുത്ത തവണയെങ്കിലും നീ ക്ലേ ഉപയോഗിക്കുമ്പോ റിയൽ കാക്കാഷിയെയും ക്ലൗൺ കാക്കാഷിയെയും തിരിച്ചറിയാൻ പഠിക്കേ. ഇവിടെ ദേദുരയ്ക്ക് മനസ്സിലാവും അവന്റെ പണി പാളി, ഇനി അവന്റെ കയ്യില് ക്ലേ ബാക്കിയില്ല. മാത്രമല്ല ഇപ്പൊ ഒരുപാട് ലേറ്റായി, ഇനിയും ലേറ്റ് ആയാല് തീർച്ചയായും സാസുരി അവനെ എടുത്തിട്ട് ഇണ്ടനടിക്കും. മാത്രമല്ല കുട്ടപ്പന്റെ മോൺസ്റ്റർ അതിനെ കിട്ടുകയില്ല. ദേദുരാവട്ടെ ഇപ്പൊ മുൻപോട്ട് വളരെ സ്പീഡിൽ പോകാൻ തുടങ്ങും. അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ കുട്ടപ്പൻ ഓടാൻ നോക്കുമ്പോ കാക്കാഷി ആവട്ടെ കുട്ടപ്പനെ പിടിച്ചു വെക്കും. കാക്കാഷി കുട്ടപ്പന്റെ കൈ പിടിച്ച് പറയും, ഒരല്പസമയം നീ വെയിറ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഗാരെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. കാക്കാഷി പറയും, ദേദുര അവൻ ആക്ച്വലി ഒരു ലോങ് റേഞ്ച് ആണ്, അവന്റെ അടുത്ത് നിന്നാൽ മാത്രമേ അവനെ നമുക്ക് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ മറ്റൊരു വഴി കൂടെ മാത്രമേ നമ്മുടെ മുൻപിലുണ്ടാവൂ. അതെന്ത് പ്ലാനാണെന്ന് ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കുമ്പോ അതിന് കാക്കാഷി പറയും, ഒരു ലോങ് റേഞ്ച് ഗെഞ്ചിപ്സു എനിക്കറിയാം, പക്ഷെ അതത്ര പെട്ടെന്നും എളുപ്പത്തിലും ചെയ്യാൻ കഴിയില്ല. ആദ്യം നമുക്ക് അവനെ ഫോളോ ചെയ്യാം, പിന്നീട് പതിയെ ആലോചിച്ച് ആ ഒരു ഗെഞ്ചിപ്സു അത് പുറത്തെടുക്കാം. അതിന് കുട്ടപ്പൻ പറയും, കാക്കാഷി ആലോചിച്ച് വരുമ്പോഴേക്കും അവനവന്റെ പാട്ടിന് പോവും. അതിന് കാക്കാഷി പറയും, എനിക്ക് ആലോചിക്കാൻ യുഗങ്ങളുടെ ആവശ്യമൊന്നുമില്ല, അവൻ ഇവിടം വിട്ട് പോകുന്നതിന് മുൻപ് എന്റെ പ്ലാൻ അത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യും. കാക്കാഷി പറയും, അവൻ തനിച്ചാണ് ഗാറെ പോലെ അത്രയും പവറുള്ള ഒരു കസികക്കിനെ അടിച്ച് തൂക്കിക്കൊണ്ടുവന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. മാത്രമല്ല അവൻ അക്കാസ്കി ഓർഗനൈസേഷനിലെ ഒരു പ്രധാന മെമ്പറാണ്. സോ ഞാൻ പറയുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് ടീം വർക്കായി മുൻപോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അക്കാസ്കി ഓർഗനൈസേഷൻ തന്നെ നമുക്ക് പിടിച്ചെടുക്കാം. കട്ട് ചെയ്താ ഇവിടെ സാക്കുറയും ഗ്രാൻമയും സാസുരിയെ നേരിടാനായിട്ട് ഇപ്പൊ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഗ്രാൻമ പറയും, നമ്മുടെ മുൻപില് ഇനി അധികം സമയമില്ല, എത്രയും പെട്ടെന്ന് ഇവന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കണം. അപ്പൊ സാസുരി, ഇനി ഹ്യൂമൻ പപ്പടിനെ ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ ഇത്ര നാളും ഉപയോഗിക്കാതിരുന്ന ആ ഒരു ജിപ്സു അത് പുറത്തെടുക്കാൻ ഇപ്പൊ സമയമായെന്ന് പറഞ്ഞ് അവന്റെ ഡ്രസ്സ് മുഴുവൻ ഇപ്പൊ അഴിക്കാൻ തുടങ്ങും. സാക്കുറ ആവട്ടെ ഇപ്പൊ എന്തോ ഒരു സസ്പെൻസ് കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കും. അപ്പോഴായിരിക്കും ഗ്രാൻമയ്ക്ക് മനസ്സിലാവുക എന്തുകൊണ്ടാണ് ഇത്രയും കാലവും ഇവന് പ്രായമാകാതിരുന്നതെന്ന്. അവനെ തന്നെ ഒരു ഹ്യൂമൻ പപ്പടാക്കിയിരിക്കുകയാണ്. അവന്റെ വയറ്റിൽ നിന്ന് ഇപ്പൊ റോപ്പ് പുറത്തേക്ക് എടുക്കും. കട്ട് ചെയ്താ ഇവിടെ കാക്കാഷിയും കുട്ടപ്പനും ഇപ്പൊ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കാക്കാഷി വിളിച്ചു പറയും, കുട്ടപ്പ നീ റെഡിയല്ലേ, നമുക്കിത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പൊ കാക്കാഷി ആവട്ടെ എന്തൊക്കെയോ ജിപ്സും ഒക്കെ പുറത്തെടുക്കാൻ തുടങ്ങും. ഇവിടെ സാസുരി അവന്റെ മുഴുവൻ എബിലിറ്റിയും ഇപ്പൊ പുറത്തെടുക്കുമ്പോ പോയിസൺ അത് പുറത്തേക്ക് ഇറ്റിറ്റ് വീഴാണ്. സാക്കുറയ്ക്ക് ടെൻഷനാവും, കാരണം അവൾ ആന്റിഡോട്ട് എടുത്തിട്ട് ഇപ്പൊ 3 മിനിറ്റ് കഴിഞ്ഞു. സാസുരി പറയും, ഇത്തവണ ആദ്യത്തെ അറ്റാക്ക് അതെന്റെ വകയാണെന്ന് പറഞ്ഞ് അവൻ കൈ നീട്ടി ഇപ്പൊ 2 പേർക്ക് നേരെ തീ തുപ്പാനായിട്ട് തുടങ്ങും. സാക്കുറയും ഗ്രാൻമയും അവർ 2 പേര് ഓടി വന്ന് വലിയൊരു പാറയുടെ പിന്നില് ഇപ്പൊ അങ്ങനെ തന്നെ മറിഞ്ഞിരിക്കും. നമ്മുടെ ആൾക്കാർ പേടിച്ചോടുന്നത് കാണുമ്പോ ഇപ്പൊ സാസുരിക്ക് ഒരുപാട് സന്തോഷാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും